ഹായ് ഫ്രണ്ട്സ്, സ്റ്റോറി ആയിട്ട് പോവാം. ടൈറ്റിൽ മനസ്സിലായില്ലേ? CEO കൊറിയൻ ലവ്. ഓക്കെ, നമുക്ക് സ്റ്റോറി പോയിട്ടൊന്ന് എൻജോയ് ചെയ്യാം. ആ പ്രിയ, എന്താ അമ്മേ? എല്ലാം റെഡിയോ പ്രിയ? എല്ലാം റെഡിയോ അമ്മേ. ഇനി ഞാൻ പോകുന്നതാ ഫ്ലൈറ്റിൽ പറന്ന്. വെച്ചിട്ട് ഒരു കാര്യമില്ല. എന്തിനാ പോകുമ്പോൾ കാര്യം പറയണ? അമ്മേ, ഞാൻ പറഞ്ഞേക്ക്, എനിക്ക് കൊറിയക്ക് പോയിട്ട് വരണം. അമ്മയ്ക്ക് പലവട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ശരി ശരി, നീ പോയിക്കോ, ഞാൻ പോയിക്കോ എന്നൊരു അമ്മ ചിരിച്ചിട്ട് പറയായിരുന്നു. അങ്ങനെ എല്ലാം പാക്കിങ് ചെയ്ത് ഹീരയുടെ ഫ്രണ്ട് വന്നായിരുന്നു, പൂച്ച അനു, ഹീരയുടെ ഫ്രണ്ട്സിൻ്റെ പേര്. അവർ അങ്ങനെ ഫ്ലൈറ്റ് കയറി. അങ്ങനെ കുറച്ച് റെസ്റ്റ് ആയിട്ട് കുറേ നേരം കഴിഞ്ഞ് കൊറിയക്ക് എത്തി. ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനെ ഹോട്ടൽ താമസിച്ചായിരുന്നു. അനു പറയായിരുന്നു, മച്ചി എന്താ 7 സിഒമാരെ കാണാൻ വേണ്ടി വന്നതല്ലേ? ഏതോ ഒരു സിഒ ഡി എന്ന് പറയായിരുന്നു. ഹീരയുടെ ഫ്രണ്ട് പറയായിരുന്നു, മച്ചി നമുക്കും കിട്ടിയിട്ടുണ്ട്. എന്താടേ പറഞ്ഞ? അതെ, എന്തേ പറഞ്ഞിട്ടുണ്ടോ? 7 സിഒമാരാണ് കമ്പനി റൺ ചെയ്യുന്നത് എന്ന് പറയുന്നു. ഇവരെല്ലാം എന്താടേ പറയുന്നത്? അതെ, ഇവരെല്ലാം ഫാമിലീസാണ്. ഇവരെല്ലാം വിദ്രസ് എന്ത് പറയുന്നു, ഇവർക്ക് 7 പേർക്ക് ഒരേ മമ്മി ഡാഡിയാണുള്ളത് എങ്ങനെ പറയുന്നു. അതുമാത്രമല്ല, ഒരു ഫേമസ് ആക്ടറാണ് ഇവർ 7 സിഒമാർ, കൊറിയൻ ബോയ്സ് ആണ് എന്ന് പറയുന്നത്. ഹീറോ ചിരിക്കായിരുന്നു. കാണാൻ ഭയങ്കര ഹാൻസം ആയിട്ടുണ്ട് എന്ന് പറയുന്നു ഹീറയുടെ ഫ്രണ്ട് അനു. ഇത് കേട്ട് ഹീറോ പറയുന്നു, എന്താടേ പറഞ്ഞത്? സത്യമാണോ? അതായത് എങ്ങനെ പറഞ്ഞേക്കടി, ഇവിടെ ഉള്ള ബോയ്സ് ഭയങ്കര ഹാൻസം ആയിട്ടുണ്ട്. അവർ പറയുന്നു, അവർ ഫോട്ടോസ് വേണേ ഉണ്ടോടി? അതെ, ഞാൻ നോക്കിയിട്ടുണ്ട്. എൻ്റെ പൂജ പറയുന്നു. ഹീറോയിലേക്ക് വരുന്നു, എന്തടി നോക്കിയിട്ടുണ്ടോ? ഞാൻ മാത്രം നോക്കാതിരുന്നതാ എന്ന് എല്ലാവരും പറയുന്നു. എൻ്റെ ഫ്രണ്ട്സ് പറയുന്നു, പ്രിയാ നീ നോക്കിയിട്ടില്ലേ? എന്നെ അനു ചോദിച്ചായിരുന്നു. ഇല്ല, അതാ നോക്ക് ഫോട്ടോ എന്നെ പറയുന്ന. പൂജ പറയാൻ തുടങ്ങി. ഇവൻ്റെ പേര് സുയക്ചിൻ. അങ്ങനെ ഹിജിൻ്റെ ഫുൾ നെയിം പറയായിരുന്നു. ഇവനും ഫേമസ് ആഡ് കമ്പനിയാണ് റൺ ചെയ്യുന്ന, മൂവി ഡയറക്ടർ കമ്പനിയാണ്. ഇവന് മൂവി ഡ്രാമ എടുക്കുന്ന ആ കമ്പനി ജിനക്ക് റൺ ചെയ്യുന്നത്. ഇവൻ നമ്പർ ബിസിനസ്മാൻ. അത് മാത്രമല്ല, നമ്പർ 1 ബിസിനസ്മാനിൽ ഇവൻ ഒരാളാണ്. 7 സിഒ നമ്പർ 1 ഉള്ളത്. 7 കമ്പനി കുറേ ആൾ റൺ ചെയ്യുന്നത്. അത് മാത്രം ഫേമസ് ആക്ടറാണ്. അത് മാത്രമല്ല, ഇവനക്ക് നിറയെ കമ്പനീസ് ഉണ്ട്. ഇവൻ ഫേമസ് എന്ന് പറയായിരുന്നു. ജിൻ്റെ അങ്ങനെയിട്ട് നെക്സ്റ്റ് ഇവനാണ് രണ്ടാമത്തെ. ഇവന് ഫസ്റ്റ് ചൈൽഡാണ്. ഫസ്റ്റ് വന്നത് ജിന്നാണ്. ഇപ്പം എൻ്റെ പേര് മിന്നോങ്കി. ഇവന് ഷോർട്ട് ജിൻ ഷുഗ എന്ന് പറയായിരുന്നു. ഇവന് ഫേമസ്, ഭയങ്കര കോൾഡാണ്. ഇവന് പറഞ്ഞ പോലെ കോൾഡാണ്. അത് മാത്രമല്ല CEO ആണ്. CEO പറഞ്ഞ എന്തിനു കമ്പനിയുടെ പറഞ്ഞേക്കണേ. ഇവനൊരു ഫാഷൻ കമ്പനിയാണ് റൺ ചെയ്യുന്നത്. നിറയെ ട്രഡീഷണൽ ഡ്രസ്സ് വരുന്നുണ്ട്. ഫാഷനും കമ്പനിയാണ് എന്ന് പറയുന്നു. ഷുഗ പറഞ്ഞ ബിസിനസ്മാൻ, ഒരു ആക്ടറാണ്. ഇവന് പേര് ജേഹപ്പിന് ഫുൾ നെയിം പറയുന്നത് ജേഹപ്പാണ്. ജേഹപ്പ് എന്ന് ഷോർട്ട് നെയിം വിളിക്കുക. അത് മാത്രമല്ല, ഇവൻ ഡാൻസ് ടീച്ചറാണ്. ഇവൻ ഡാൻസ് ഒരു ഇത് വെച്ചിട്ടുണ്ടോ. അത് മാത്രമല്ല, ഇവൻ ഒരു ഐഡൽ കമ്പനി റൺ ചെയ്യാണ്. ഐഡൽ കമ്പനിയാ? അതെ എന്ന് പറഞ്ഞാൽ ഇവന് ഫേമസ് ആണ്. നിറയെ കമ്പനീസ് എല്ലാം. ഇവൻ പേരാണ് കിന്നാഞ്ചുൻ. ഇവൻ ആറാം എന്ന് വിളിക്കും. ഇവൻ്റെ ചേട്ടാണ്. ഇവരെ പറയുന്ന ജേഹോ കഴിഞ്ഞ ആറാമാണ്. ആറാം പറഞ്ഞാൽ ഇത് കോളേജിൽ വെച്ച് റൺ ചെയ്യുക, സ്കൂൾ കോളേജിൽ ഇവൻ്റെതാണ്. പിന്നെ ലൈബ്രറീസ്. അത് മാത്രമല്ല, ഇവൻ നല്ല ഫേമസ് ആണ് എന്ന് പറയുന്നു. നെക്സ്റ്റ് പാക് ജിമിൻ. ഇവൻ പറയാം, ഇവനറിയില്ല ആക്ടർ. അത് മാത്രമല്ല, ഇവന് പറഞ്ഞാൽ ഇവൻ എന്താണ് ചെയ്യുന്നത് എന്ന് പറയുന്നു. ഇവൻ്റെ ഫ്രണ്ട് മണ്ടയ്ക്ക് റെഡി വെച്ചായിരുന്നു. എന്താ പറയടി? ഇവൻ പറഞ്ഞ ഹോട്ടൽ, നിറയെ ഹോട്ടലെല്ലാം ഉണ്ട് എനിക്ക്. ഹോട്ടൽ പറഞ്ഞ ഫുഡ് പറഞ്ഞ ഹോട്ടലെല്ലാം ഉണ്ട്. ഇവൻ്റെ പേര് കിം ടയം. മ്യൂസിക് പറഞ്ഞ മ്യൂസിക് കമ്പനി വെച്ച് റൺ ചെയ്യാം. മ്യൂസിക് ഡാൻസ് എല്ലാം ഉണ്ടാകുന്നു. പിന്നെ മ്യൂസിക്കും ഉണ്ട് ഇവനക്ക്, പിന്നെ കമ്പനിയുണ്ട്. പിന്നെ എനിക്ക് ജിമ്മ് സ്വന്തമുണ്ട്. നിറയെ ജിമ്മുണ്ട്. പിന്നെ ജിമ്മുണ്ട്. ഇവൻ ജിയാൻ ജങ്കോക്ക്. ഇവൻ ജങ്കോക്ക് എന്ന് വിളിക്കും. കുക്കിംഗ് എന്ന് വിളിക്കുക എന്ന് പറയുന്നത്. കുക്കിംഗ് ഇത് ഒരു ഫാമിലിയാണ്. ഇവൻ ജങ്കോക്ക്. പിന്നെ ഇവൻ പാറടി. ഇവൻ എന്താ കാണാൻ സമയം. ഇവനാണ് കടയിൽ കുട്ടിയാണ്. പാറടി, ഇവനക്ക് എന്താ ജോലി എന്ന് പറയണം. എന്താണ് പറയും. എനിക്ക് ടെൻഷനായിരുന്നു. പറയുന്നില്ലേ, ഞാൻ പോവാം എന്ന് പറയുന്നു. എടി, ഇങ്ങനത്തെ ടെൻഷനാ എന്താ ചെയ്യുക? പറഞ്ഞില്ല നീ, അതുകൊണ്ടാണ് ഞാൻ പിണക്കോ എന്നത് ഹീറോ സാഡായിട്ട് പറയുന്നു. എടി, ഇവനക്ക് പറഞ്ഞ ജോൾസ് കമ്പനിയാണ്. ജോൾസ് പറഞ്ഞ അറിയില്ലേ? ജോൾസിലുണ്ടാക്കുന്ന ഒരു കമ്പനിയാണ് ഉള്ളത് എന്ന് പറയുന്നു. അതുമാത്രമല്ല, ജോൾസ് എന്നൊരു ജോൾസ്
എല്ലാം ഉണ്ടാക്കുന്നുണ്ട്. കമ്പനി ഭയങ്കര ഫേമസ് ആണ്. നിറയെ കമ്പനിയുണ്ട്, ഷോപ്പിംഗ് ഉണ്ട്, ഫേമസ് ആണ് എന്ന് പറയുന്നു. ഇടയ്ക്ക് വാവ്, ആ നിനക്ക് ഇവരിൽ 7 പേരിൽ ഏതാ കമ്പനി കിട്ടിയത്? അതാ, അതെനിക്ക് അറിയില്ലടി എന്ന് പറയുന്നു. ഹീറോയുടെ ഫ്രണ്ട് തലയൊക്കെ ചോദിച്ചായിരുന്നു, എന്താടി നീ പറയുന്നു? അത് മാത്രമല്ലടി അങ്ങനായിട്ട് അതായിട്ട് പറഞ്ഞു കേട്ട് ഹീറോയിൻ്റെ ഫ്രണ്ട്സ് തലയൊക്കെ ചോദിച്ചത്, മച്ചി ഏത് കമ്പനിയായിട്ട് കിട്ടിയ? ഇല്ലടി അറിയില്ല എന്ന് പറയുന്നു. അങ്ങനെയായിട്ട് ഹീറോയിൻ്റെ ഫ്രണ്ട്സ് പറയുന്നു. അങ്ങനെയായിട്ട് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനെയായിട്ട് ഒരു കമ്പനിയായിരുന്നു ഹീറോ കുക്കിംഗ് പറയായിരുന്നു. ഹീറോ, എനിക്ക് ഇവിടെ 7 പേര് കമ്പനിയിൽ ഓൾറെഡി ജോബ് കിട്ടിയത്, എന്നെ ഒരു ആശാനായി കാടായിരുന്നു. ഹീറോയുടെ ഫ്രണ്ട്സ് ടെൻഷനായിരുന്നു. അതുമാത്രമല്ല ഹീറോ പറയുന്നു, മച്ചി ഞാൻ ചുമ്മാ കറങ്ങാൻ വന്നതാ എന്ന് ഹീറോ കൊണ്ട് തൂക്കിയിട്ടായിരുന്നു. എന്താണ് അത്, എന്തോടി നീ പറയുന്നത്? ഇല്ലടി നീ ചുമ്മാ ജോക്ക് പറഞ്ഞ. ഞാനിവിടെ മമ്മി പറയുന്നുടി, ഞാനിവിടെ ജോബിലേക്ക് വന്നതാ എന്ന് പറയണ. അങ്ങനെയായിട്ട് ചിന്നക്ക് പറഞ്ഞ എന്നൊരു കമ്പനി ഉണ്ടായിരുന്നു. അത് പറഞ്ഞ ചിന്നക്ക് നിറയെ ആൾക്ക് ഓരോന്ന കമ്പനി ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു കമ്പനി റൺ ചെയ്യണം. അതിനകത്ത് തന്നാൽ മമ്മി കുറച്ച് നാൾ ഇവിടെ ജോലി ചെയ്തത്. ഹീറോയ്ക്ക് ഒരു കമ്പനി ഭയങ്കര ഇഷ്ടപ്പെട്ടാണ് അത് ഇവിടെ ജോയിൻ ചെയ്തായിരുന്നു. അത് കുട്ടി കമ്പനിയായിരുന്നു. ഹീറോ പറയുന്നു, മച്ചി ഇവിടെ ജോയിൻ ചെയ്യാടി. എന്ത് കമ്പനിയാണ് ഇത്? എടി ഇതൊരു റെസിപ്പി കമ്പനിയാണ്, ഇത് ഹോട്ടലാണ്, ഞാൻ ഇവിടെ ജോയിൻ ചെയ്തത് എന്ന് പറയുന്നു. ഹോട്ടലാ എന്ന് പറയുന്നത് ഹീറോയുടെ ഷോക്കായി. ഞാൻ നിറയെ ഡിഷെല്ലാം ഉണ്ടാക്കാൻ പോകുന്നത്, ഇവിടെ ഡിഷ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇവിടെ എൻ്റെ ഫ്രണ്ടുണ്ട്, അവളെ ഒരു കുക്കിംഗ് ക്ലാസ് പഠിക്കാൻ വന്നതാ, ജോയിൻ ചെയ്യാൻ വന്നതാ. മണ്ടി ഇതേ ജോയിൻ വന്ന ചുമ്മാ പറഞ്ഞടി, ഇതേടെ ഫ്രണ്ട് ഉണ്ട് എന്നിട്ട് പറയുന്നു. ഹീറോയുടെ ഫ്രണ്ട് വന്ന, ഹലോ മച്ചി എന്ന് പറയുന്നു. ആ ഇവള്, ഹായ് എൻ്റെ പേര് സാജിയാണ്, ഇതെൻ്റെ ഹസ്ബൻഡാണ് എന്ന് പറയുന്നു. സാജിൻ്റെ ഹസ്ബൻഡ് വന്ന്, ഹായ് എൻ്റെ പേര്. ആ എന്നിയാ എടി നീ പറഞ്ഞ കമ്പനി ജോബ് കിട്ടിയോ? കിട്ടിടി, വാ ഇതാണ് കമ്പനി എന്ന് പറഞ്ഞിട്ട് ഒരു കമ്പനി കാട്ടായിരുന്നു. അത് പറഞ്ഞ ഒരു മാരേജ് ബ്ലോക്ക് കമ്പനിയാണ് ജോയിൻ ചെയ്തത്. ഹീറോ പറയാൻ, എടി ഈ കമ്പനിയാ? അതെടി നമുക്ക് 3 പേർക്ക് ഈ കമ്പനിയിലാണ് കിട്ടിയത് എന്ന് പറയുന്നു. ഹീറോയിൻ്റെ ഫ്രണ്ട്സ് പറയുന്നു, എന്നാൽ നമുക്ക് 3 പേർക്കാ? അതെ എനിക്കും കിട്ടിയായിരുന്നു.